നീ ചെയ്തത് തെറ്റാണെന്നല്ല അമ്മ പറയണത്. ആ മനുഷ്യനൊരു പാവമായിരിക്കാം, എന്നാലും നമ്മുടെ പപ്പയെ കൊന്നവനാ. ആളുകൾ കേട്ടാൽ തന്നെ എന്തു പറയും? മാത്രമല്ല, കീരിക്കാടന്മാരാണ് അത് ചെയ്തതെന്ന് പരമേശ്വരൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് പേടിയായി. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക അവര്. അയാൾ എന്തിനാമേ നമ്മുടെ പപ്പയെ കൊന്നത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? തുറക്കടി വാതില്. എന്താ വേണ്ടത് നിങ്ങൾക്ക്? എന്താ വേണ്ടത് പറഞ്ഞുതരാം. വാതിൽ തുറക്കടി. കാര്യം പറയാതെ വാതിൽ തുറക്കില്ല. തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കട ജോയി. ജോയിച്ച എന്താ അക്രമമായി കാണിക്കണേ? ഒരുത്തിനകത്ത് രക്ഷിച്ച് കിടത്തിയിട്ടില്ലേ എന്റെ ജോസേട്ടനെ കൊന്ന തെണ്ടീനെ? ഇല്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നുണ പറയണ്ട, എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വരണേ. അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി എന്തോ ഒച്ച കേട്ട് ഞങ്ങൾ എണീറ്റ് നോക്കിയപ്പോ ഒരാൾ ചോരയെ കുളിച്ച് കിടക്കുക. ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല. ഇന്ദു ഓടിപ്പോയി തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടർ അലക്സിനെ വിളിച്ചോണ്ട് വന്നു. അകത്തെടുത്ത് ചോര തുടച്ച് കളഞ്ഞപ്പോൾ ആളെ മനസ്സിലായത്. മുറിവൊക്കെ കുത്തിക്കെട്ടി 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ ഞങ്ങൾ അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ. അവൻ എങ്ങടാ പോയത്? ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട്ട് ചോദിച്ചില്ല, പറഞ്ഞുമില്ല. ജോസേട്ടനെ കൊന്നവൻ ഇവിടെ വന്ന് പെട്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല? അറിയിച്ചോളന്ന് നിയമമൊന്നുമില്ലല്ലോ. നിയമം ഉണ്ടടി, നീ അറിയിക്കണ്ട. നിന്റെ തന്ത വേറെയാ. പക്ഷെ എന്റെ തള്ള അറിയിക്കണം. ആ നിൽക്കുന്നവന്റെ തന്ത എന്റെ ജോസേട്ടനാണെങ്കിൽ. വാടാ പോവാ. കണ്ടോടി, ഇപ്പൊ കണ്ടോ? ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഇനി ഇതിന്റെ പേരിൽ കേൾക്കാൻ പോണ തെറിയും ചീത്തയും എത്രയാണെന്നറിയോ? അയാൾ അവിടെ തന്നെ കിടന്ന് ചത്ത. ചേച്ചിക്ക് എന്തായിരുന്നു? സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ. കാന്തമാണെങ്കിലും നീയോ? വാ. എന്താണ് ഞാൻ കാണുന്നത്? വെട്ടിയതാ. കയ്യിലും നെഞ്ചിലും ഒക്കെ ഉണ്ട്. ആയുസിനിയും ബാക്കിയുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു. അച്ഛൻ പറഞ്ഞു നീ ഏതോ സൈക്കിൾ കടയിലാണ് താമസമെന്ന്. അവിടെ ചോദിച്ചപ്പോഴാ ഈ ലോഡ്ജിലാണെന്ന് അറിഞ്ഞത്. അയാൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ. നിനക്ക് വീട്ടിൽ പോയി താമസിച്ചൂടെ? ഏത് വീട്? കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവനാണ് ഞാൻ. കണ്ടോ, ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത്. സ്വപ്നങ്ങളും ജീവിതവും എല്ലാം. എന്നിട്ടൊരു കിരീടം വെച്ചു തന്നു. ഇപ്പൊ ദാ മുഖത്ത് കണ്ടില്ലേ? ആരെയും പറഞ്ഞ് മനസ്സിലാക്കണ്ട. കൊള്ളാം, ഭംഗിയുണ്ടല്ലേ? അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്തിന്? ഇനി ഇത് മാറ്റാൻ പാടില്ല. സേതുമാധവന്റെ കിരീടത്തിൽ ഇതൊരു തൂവൽ. തൂവലോ? അതെ, തൂവൽ. നിനക്കതൊന്നും മനസ്സിലാവില്ല അല്ലേ, മണ്ടൻ? എന്ത് ശരിയായത്? നിനക്ക് ആകെ ഒരു മാറ്റമുണ്ട്. ജയിലിൽ നിന്ന് വന്നപ്പോ കണ്ട സേതു അല്ലത്. അല്ല അല്ലേ? ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ?
പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ സേതുമാധവനാണ്. ഇനി ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. ശരിയാവും അത്രേ. കേട്ടു തുരുമ്പിച്ചു. ജീവിതത്തിൽ 1000 വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും. എന്റെ അമ്മ, അച്ഛൻ, പെങ്ങന്മാര്, അനിയൻ, ദേവി, നീ, അങ്ങനെ എല്ലാവരും പലവട്ടം പറഞ്ഞു ശരിയാവും. എവിടെ എവിടെ ശരിയായി? ശരിയാവില്ല. സേതുമാധവൻ ഒരിക്കലും ശരിയാവില്ല. സേതു, നമുക്ക് നാട്ടിലേക്ക് പോവാം. അവിടെ എൻ്റെ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുതലാളി ഒന്ന് കാണാം. എനിക്ക് വേണ്ട, ഞാൻ വരില്ല. പിന്നെ എന്താ ചെയ്യാൻ പോണേ നീ? എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കഴിവുകളുടെ മോനെ കാണാനില്ലല്ലേ? ഹംസക്ക ഇത്തിരി ധൃതിയും കിട്ടായിരിക്കേ. തരാൻ നായരെ 2 കൈയല്ലേ ഉള്ളൂ. സഹായത്തിന്റെ ആളെ വെച്ചിട്ടുണ്ട്. നോക്കിയിരിക്കുമ്പോ ഓനെ കാണില്ല. ആ 1 കിലോ അല്ലേ വേണ്ടേ? നീ ഇതെവിടെ നിരങ്ങാൻ പോയതാടാ? ഒരു ചായ കുടിക്കാം. അപ്പൊ കുറച്ചു നേരം മുമ്പ് നീ എങ്ങടാ പോയത്? അത് മൂത്രമൊഴിക്കല്ലേ? മൂത്ര ഒഴിയും ചായ ഒടിയും. പണിയെടുക്കാണ്ട് നേരം കളയണം. പന്നീന്റെ മോൻ. എനിക്കാണ്ട് ഇറച്ചി വെട്ടി കൊടുക്കടാ. ഇത്ര 1 കിലോ. അതെ, എല്ലില്ലാണ്ട് എടുക്കണം കേട്ടോ. അപ്പൊ എല്ലാം ചെയ്യും. എന്റെ നായര് ഇത്തിരി എല്ലൊക്കെ തിന്നണം, എന്നാലും എല്ലിനും നട്ടലിനൊക്കെ ഒരു ഇതുണ്ടാവും. ഓ, നിന്റെ എല്ലിന് നല്ല ബലമാണല്ലോ. എന്തേ എത്ര പേരെ ഇടിച്ച് ചോര തുപ്പിച്ച കൈയാണെന്നറിയത്? നമ്മുടെ ചത്തുപോയി കീരിക്കാടൻ ജോസും ഞാൻ തമ്മിൽ പല പ്രാവശ്യം മുട്ടിയിട്ടുണ്ടല്ലോ. എന്റെ മേലൊന്ന് പോറിയിട്ടില്ല. നീ ഓടിയിട്ടുണ്ടാവും. ഓട് ഹൈദ്രോസിന്റെ ചരിത്രത്തിലില്ല. കാര്യം ഹൈദ്രോസ് മര്യാദക്കാരനായിട്ട് പണിയെടുത്തിനാന്ന് വെച്ച് പഴയ ചങ്കൂറ്റൊന്നും കളഞ്ഞു വിളിച്ചിട്ടില്ല. പറഞ്ഞപ്പോഴാ ഓർക്കണേ, നീ പോയപ്പോ ആ സേതുമാധവൻ എന്നെ തിരക്കി വന്നിരുന്നു. ആര്? സേതുമാധവൻ എന്നെ തിരക്കിയോ? എന്തിന്? എനിക്കറിയോ, കുറച്ചു കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഓ, പെട്ടെന്നൊരു വയറുവേദന. അംസക്ക ഒന്ന് വിളിക്കുന്നിട്ട് വരട്ടെ. പണി കഴിഞ്ഞിട്ട് പോയാ മതി. സേതുമാധവൻ അന്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടാവും വയറ്റുവേദന. ഡോ വേണ്ട, കളിയാക്കണ്ട. ഹൈഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഹൈഡ്രോസ് മഹാപശക. അംസക്ക, അവൻ പോക്കരിത്തരത്തിനാ വരുന്നെങ്കിൽ നാളെ ഒരു കടയിലേക്കാൻ വേറെ ആണോ വയ്ക്കോ? വെട്ടിയാ നോർക്കും. സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയുള്ളതാ. ഹൈദ്രോസ വേണ്ട, ബുദ്ധിമോശം കാണിക്കല്ലേ. എന്നെ തടയരുത് ഹൈദ്രോസ. കാച്ചു ഞാൻ. ഹൈദ്രോസ ഹൈദ്രോസേ, നിക്കണ അവിടെ. എന്താ നീ കാണിക്കണേ? കൊല്ലുഞ്ഞാൻ. നിന്റെ തന്തനെ. എടാ നായിന്റെ മോനെ, എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണോടാ. ഇനി നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ടോ? ഇതെന്ത് പട്ട? അന്ന് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ലേ? ആ ജോലി എനിക്ക് വേണം. എന്താ ആലോചിക്കുന്നത്? ബുദ്ധിമുട്ടാണോ? ഏയ്, അതല്ല. നിങ്ങളുടെ റേഞ്ചിൽ ഒരുത്തനും കള്ളവാറ്റ് നടത്തില്ല. നടത്തുന്നവന്റെ കൈ ഞാൻ വിട്ടും. നിങ്ങളെ ഞാനെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ തടിമിടുക്കും ആരോഗ്യവും കണ്ടല്ല. നിങ്ങളെക്കാൾ തടിമിടുക്കുള്ളവര് എന്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ പേര് കീരിക്കാടനെ കൊന്നവൻ. ആ പേരും ഭയവും ആളുകളുടെ ഇടയിൽ ഉണ്ടാവണം. അതിപ്പോ ഉണ്ടോ? പിന്നെ സേതോട്ടിന്റെ പേര് കേട്ടാ ഞെട്ടും. കീരിക്കാടന്മാര് കൂലിക്കൊണ്ടുവന്നവര് ഈ പരുവത്തിലാക്കിയ കാര്യം നാട്ടുകാർക്ക് അറിയില്ലേ? ഇപ്പോ അധികം ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞോളൂ. മുഖത്ത് നല്ലൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ.
ഞാൻ ഉണ്ടാവും സഹായത്തിന്. എന്നോട് ആത്മാർത്ഥത കാണിച്ചാൽ തിരിച്ചു അതുണ്ടാവും. എടാ കീരിക്കാടൻ ജോസ് ആളായിരുന്നടാ, പുറകെന്ന് കുത്തില്ല, തന്തയ്ക്ക് പറഞ്ഞവനാ. നീ ഒരു കുറുക്കൻ ഉണ്ടായതാടാ. നീ എന്നെ കൂലിക്ക് തല്ലിച്ചു, ഞാൻ നിന്നെ നാട്ടുകാരുടെ മുന്നിട്ട് അടിക്കും. തന്നിച്ചോ, തോമസ് ഏട്ടനെ ചോദിച്ചേ സേതുമാധവ് തല്ലി തവിട് പൊടിയാക്കുന്നു. എവിടെ? ടൗണിൽ. കത്തി ഒന്നും ചെയ്യരുത്, വേണ്ട. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വാ. മാറിക്കടോ. എന്താ? എന്താ എന്താ പോലീസ്? എനിക്കറിയില്ല. എന്താ സാറേ? തനിക്കറിയില്ലല്ലേ? തന്റെ മോനെന്താ അവിടെ ഗുണ്ടായസം കളിക്കാൻ നോക്ക? ഈശ്വര, സേതു എന്തുവാ ചെയ്തത്? ഇവിടെയെങ്കില്ല സാർ. എവിടോ തന്റെ മോൻ? ഞങ്ങൾക്ക് അറിയില്ല സാറേ, അവനോട് വരാറില്ല. അവൻ എന്ത് കുറ്റം ചെയ്തത് സാറേ? ഒരു കാര്യം മനസ്സിലാക്കിയോ, അവൻ എന്റെ രക്ഷപ്പെടില്ല. ഏത് നരകത്തിൽ പോയി വിളിച്ചാലും ഞാൻ പിടിക്കും. പിന്നെ നല്ല നിലയിൽ അവനെ നിങ്ങൾക്ക് കിട്ടില്ല. സാറിന് ഇഷ്ടം പോലെ ചെയ്യാം. എന്താ ഉണ്ടായെന്നൊന്ന് അന്വേഷിക്കച്ച. എന്തിന്? ലോകത്ത് പലതും ഉണ്ടാകുന്നുണ്ട്, എനിക്കതൊന്നും അന്വേഷിക്കാൻ നേരമില്ല. എന്തൊക്കെ ഞാൻ കാണണം എന്റെ ഈശ്വര. കരയണം എന്തിനാടി? നമുക്ക് അങ്ങനെ ഒരു മോനില്ല. ഉണ്ടായിരുന്നു, ചത്തുപോയി. എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല. അപ്പോ നാളെ എന്റെ വക്കീൽ വരും, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ആ ഇടിയൻ ജോൺ ആള് മഹാചറ്റയാ, കൈ കിട്ടി ഇടിച്ച് പഞ്ചറാക്കും. ഹേയ്, അതൊന്നുമില്ല. ഞാൻ ഡിവൈഎസ്പി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആളാ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിയൊന്നുമില്ല എനിക്ക്. ഏതായാലും രാമപുരത്താകെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ ചൂടില് ആ റേഞ്ച് മൊത്തം ഒന്ന് കറങ്ങണം. സേതുമാധവൻ എന്റെ ആളാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ? കറങ്ങാം. എന്നാ പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ആ പിന്നെ മറ്റോ വല്ലതും വേണമെങ്കിൽ ബാൽ പറഞ്ഞാൽ മതി. ശരി. ആ അപ്പോ പറയല്ലേ? എന്താ? മറ്റവൻ ഉള്ളിൽ വല്ല പേടിയോ വേവലാതെ ഉണ്ടേ നല്ലതാ, നല്ല ഉറക്കം കിട്ടും. ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ടല്ലേ സാർ ഇത്തിരി ധൈര്യം വേണം തോന്നിയത്. സാർ, ഇയാളെ പോലുള്ള ചെറ്റകളെ സല്യൂട്ട് ചെയ്യേണ്ടി വരണ നമ്മളെ പോലുള്ള ഒരു ഗതികേട്. കുത്തിക്കൊന്നാലും ബലാത്സംഗം ചെയ്താലും പിടിച്ചു പറിച്ചാലും അപ്പൊ ഒരു ഫോൺ. സാർ, നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല. ഇതൊരു ജോലി, അങ്ങനെ വിചാരിക്കാന്നല്ലേ? ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ്. സാർ, യോ സാറുമാരെന്താ വന്ന കാലം നിൽക്കണേ? ഇരുന്നാലും വേണം വേണ്ടല്ലേ? നിനക്ക് ഇരിക്കണമല്ലടാ. ഇരുത്താൻ തന്നെ ഞാൻ. ഡിവൈഎസ്പി വിളിച്ചിരുന്നല്ലോ അല്ലേ? ഇവരെ കോടതിയില് അറിയാം, ഇവരുടെ ദേഹത്ത് തുടരുന്ന ഉത്തരവുള്ളൂ.
സംസാരിക്കാം, അതിന് വിലക്കൊന്നുമില്ല. എന്താടാ നെറ്റിയിലൊരു വെട്ട്? നഖം കൊണ്ട് പോറിയതാ. കളിയാക്കാ നീ എന്നെ? അല്ല സാർ, സാറിനെ പോലുള്ളവരെ ഇതൊന്നും കാണുകയും അറിയും ചെയ്യില്ല. ചത്ത് വീഴുമ്പോഴേ അറിയൂ. പക്ഷെ കാശുള്ളവന്റെ മേത്തൊരു ഇടി വീണാൽ വാടക. നീ ചാരായം കുടിച്ചിട്ടുണ്ടോ? ആ, ചാരായ കമ്പനിയിൽ പണിയെടുക്കും പിന്നെ ചായ കുടിക്കാൻ പറ്റും. തെണ്ടി, ചാരായം കുടിച്ച് പോലീസ് സ്റ്റേഷൻ വിലസാ നീ? സാർ DYSP വിളിച്ചായിരുന്നു. ഇത്തവണ നീ തടി വരും. പക്ഷെ നീ എന്റെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നിന്നെ എന്റെ കിട്ടും. അന്നെ നട്ടല്ലേ ഓടിക്കും. അമിതേ, ഞാൻ പോണു. എന്താ വേണ്ട ചെയ്തു കൊടു. നീ എന്ത് വിചാരിച്ചാ സേതുമാധവ ഇറങ്ങി തിരിച്ചിരിക്കണേ? അങ്ങോട്ട് നിന്റെ തടി വരക്കാക്കും. പേടിപ്പിക്കല്ലേ സാറേ. 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. നിന്നെ നിന്റെ അനിയന്മാരെ ഇനി അടിക്കും ഞാൻ. ഒരുത്തരം എന്റെ ദേഹത്ത് വിടില്ല. കൂലിത്തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെ കൊണ്ടുവാ, നോക്കാം നമുക്ക്. നിന്റെ വായിക്കാത്തുണ്ടോടാ പഴം തള്ളിയിട്ടുണ്ടോ? ഇനി എന്നോട് ബന്ധപ്പെട്ട ആരെങ്കിലും തൊട്ടാ ഈ കൈയുണ്ടല്ലോ അത് ചവിട്ടി ഓടിച്ച് ആരും എടുക്കും. ആശാനെ, വണ്ടി പിന്നാലെ വരട്ടെ, നമുക്ക് നടക്കാം. ആ SI ഇടിയൻ ജോൺ നമ്മൾ ഇടിച്ചെല്ലൂരെന്ന് വിചാരിച്ചിരിക്കുന്ന ചില ചെറ്റകളുണ്ട്, കാണട്ടെ അവര്. വണ്ടി നമ്മുടെ ചാരാ ഷാപ്പിന്റെ മുന്നിലേക്ക് കിട്ടോ. വണ്ടി തടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തടുക്കണം. ഈരിക്കാരന്റെ അപ്പനോ അപ്പനോ അമ്മമ്മേ മക്കളോ പൊടിയോ ആരാണ്? വാടാ. എടേ, ആ തീ ഒന്ന് മറച്ചു വെക്കടി. നിന്റെ കഴുത്ത് കണ്ടിച്ചാണ്. കാണാനൊരു പെണ്ണ് വന്നിട്ടുണ്ട്. പെണ്ണോ? ആ, വാ അകത്തേക്ക് വാ. എന്താടി? ഏട്ടനെ കാണാൻ. നീ ഒറ്റയ്ക്ക് വന്ന്? എന്താ ഏട്ടാ ഇതൊക്കെ? സാരമില്ല, ചെറിയൊരു മുറിവ് ഭേദായി. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന? അമ്മ കരച്ചിലോട് കരച്ചില്ല. ഹമീദ് സാർ അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. നാട്ടിൽ എന്തൊക്കെ കഥകൾ ഏട്ടനെ കുറിച്ചെന്നറിയോ? പണ്ട് കീരിക്കാടൻ ജോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇപ്പൊ ഏട്ടനെ പറ്റി പറയണത്. അതെ, അതാണ് എനിക്ക് വേണ്ടത്. ഏട്ടൻ എന്ത് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആവണത്? ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ചെറുത്ത് നിന്നും പറ്റിയില്ല. പിടിച്ച വഴിക്ക് കിട്ടിയില്ലെങ്കിൽ പോണ വഴിക്ക്. ആർക്കു വേണ്ടിയാണ് ഏട്ടാ ഈ വേഷം? ഞങ്ങൾക്ക് വേണ്ടിയോ അതോ ഏട്ടന് ജീവിക്കാൻ വേണ്ടിയോ? ഏട്ടൻ എങ്ങനെ കഴിഞ്ഞു ഇതിന്? നീ എന്നെ ചോദ്യം ചെയ്യരുത്. നിന്റെ മുമ്പിൽ ഏട്ടൻ ചെറുതായി പോകും മോളെ. നീ കുടുംബത്തിന് വേണ്ടി വേഷം കെട്ടി ആടുന്നവളാണ്. ഏട്ടനും കെട്ടട്ടെ ഒരു വേഷം. എന്തിനാന്നറിയോ? നീ വേഷം കെട്ടി ആടാണ്ടിരിക്കാൻ. വെച്ച് വിളമ്പാൻ ഒരുപാട് ആളുകളുള്ള ഒരു വീട്ടിലേക്ക് നീ കല്യാണം കഴിച്ചു പോകുന്നത് കാണാൻ കൊതിച്ചവനാണ് ഏട്ടൻ. ഏട്ടാ, പോയതൊന്നും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുമടി, പറ്റും. ഏട്ടൻ തിരിച്ചു പിടിക്കും. അമ്പികേട്ടത്തി, നീ, രമേശൻ, നിങ്ങളൊക്കെ നന്നായി കാണണം ഏട്ടന്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. കരയരുത്, നീ സമാധാനമായിട്ടിരിക്കുക. ഇനി എന്റെ മോള് നാടകത്തിന് പോകണ്ട. അമ്മ ഇപ്പൊ വന്ന് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മയെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അച്ഛൻ ദേഷ്യത്തിലാണല്ലേ? കുടിച്ചു വരുമ്പോ ഓരോന്നൊക്കെ വിളിച്ചു പറയും. അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കണ കാണാം. പാവം, ആരായിരുന്നു നമ്മുടെ അച്ഛൻ? അച്ഛൻ കുടിക്കുന്നതുകൊണ്ട് നീ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഉള്ളി നീറി എരിയുമ്പോഴാണ് കുടിക്കാൻ തോന്നുക. എന്നാ ഇനി താമസിപ്പിക്കണ്ട. കമ്പനിയുടെ ജീപ്പ് കൊണ്ട് കൊണ്ടുവിടാം.
വേണ്ട ഏട്ടാ, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. എന്താ പെങ്ങള് വിശേഷിച്ച്? ഒന്നുമില്ല. നാട്ടുകാർ കീരിക്കാടൻ ജോസിന്റെ ചെങ്കോലും കിരീടവും എനിക്ക് തന്നിരിക്കുന്നു. അതിലെന്താ ഇത്ര സംശയം? കീരിക്കാടൻ ജോസ് ഇപ്പൊ ഒന്നുമല്ല. ആശാന്റെ പേര് കേട്ട ഇപ്പൊ ഞെട്ടും. എന്നെ വീഴ്ത്താൻ ഇനി മറ്റൊരു സേതുമാധവൻ എന്നാണ് വരിക എന്നറിയില്ല. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. അതിന് പണം വേണം. ആശാന് പണത്തിനാ പഞ്ഞം. എത്ര പണം വേണം? ഒന്ന് മൂളിയാ മതി. ആ, ഞങ്ങള് മുതലാളി ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? നിസ്സാര കാര്യ. ആശാനൊരു അത്യാവശ്യം. ഇച്ചിരി കാശിന്റെയാ. നമ്മള് വേണ്ടപ്പെട്ടവരോട് ചോദിക്കാൻ പറ്റൂ? എത്ര കാശാ? കുറച്ച് കാശ് മതി. ഒരു 10,000 രൂപ. 10,000 രൂപയൊന്നും തരാൻ എന്റെ ഇല്ല. ആശാനെ, ഒരു 5,000 രൂപ മുതലാളി ഇപ്പൊ തരും. ബാക്കി പിന്നെ എപ്പോഴെങ്കിലും, അല്ലേ? ഞാനിപ്പോ എന്താ പറയാ? ഒന്നും പറയണ്ട. ഇപ്പൊ 5,000 രൂപ കൊടുത്താൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടവരാ, അറിയാലോ. ഇരിക്കാശാനെ, അപ്പോഴൊക്കെ ദേഷ്യം വന്നു. ആരത്? ഞാനാ. ആരാടി? എന്താ വേണ്ടത് നിങ്ങൾക്ക്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ രാത്രിയിലോ? ക്ഷമിക്കണം. നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. നമ്മളൊക്കെ പഴച്ചുപോയ ജീവിതങ്ങളാണ്. അറിഞ്ഞുകൊണ്ടാണോ? അല്ല. ഒരു കോവിലകത്ത് ജനിച്ച നിങ്ങൾ ഇങ്ങനെ SI ആകാൻ ട്രെയിനിങ് ഓർഡർ കാത്തിരുന്ന ഞാൻ ഇങ്ങനെ. വിധി നമ്മളെയൊക്കെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കുകയാണ്. കളിക്കട്ടെ. ജോസിന്റെ കൈ കൊണ്ട് മരിക്കാൻ വന്നതാണ് ഞാൻ. ജോസ് ഒന്ന് ആഞ്ഞടിച്ചാൽ ഞാനില്ല. എന്നിട്ട് ഞാൻ കൊന്നു. എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ കൊന്നു. ഇപ്പൊ ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയണേ? നിങ്ങളെ ഞാൻ അനാഥരാക്കി. രണ്ടു ഭാഗത്തും നഷ്ടം തുല്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം. ഇത് പറയാനാണോ രാത്രി കള്ളും കുടിച്ചു വന്നത്? കുടിച്ചപ്പോ ഇവിടെ വരാനും ഇത്രയും പറയാനും ധൈര്യം ഉണ്ടായി. എന്തത്? കുറച്ച് കാശ. ഇനി ഈ കുട്ടി നക്കാപ്പിച്ച കാശിനാ ജോലിക്ക് പോണ്ട. മേല ഒരുത്തനും നിങ്ങളുടെ നേരെ ഒന്നും മിണ്ടില്ല. ഞാൻ നോക്കിക്കോളാം എല്ലാം. ഓ, രക്ഷകർത്താവുകയാണോ? എന്റെ കടങ്ങള് വീട്ടുകയാണ് ഞാൻ മൂലം നഷ്ടപ്പെട്ട എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. നിങ്ങൾ കുറെ പണം തന്നാ ഞങ്ങൾക്ക് എല്ലാം തിരിച്ചു കിട്ടുമെന്നാ കരുതിയേ? ഒന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാ മതി. അങ്ങനെ പറയരുത്. ഇത് വാങ്ങണം, എന്റെ ഒരു മനസ്സമാധാനത്തിന്. പണം തന്നാ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും. എനിക്കത് കിട്ടില്ല. ഇനി നിങ്ങൾ ഇവിടെ വരരുത്. പ്രായപൂർത്തിയായ ഒരു മോളുണ്ട് എനിക്ക്. എന്റെ മോളായി ജനിച്ചു പോയതിന്റെ ചീത്തപ്പേര് വേണ്ടോളം ഉണ്ട് അവൾക്ക്. അതിന്റെ കൂടെ ഇപ്പോ നിങ്ങളെപ്പറ്റിയും. അവളെ ഒരാണിന്റെ കൂടെ പറഞ്ഞയക്കണവരെ എനിക്ക് മനസ്സമാധാനം ഇല്ല. ഇനി സഹായിച്ച് ഞങ്ങളെ നശിപ്പിക്കരുത്. ഞാൻ ഇവിടെ വിവാഹം കഴിക്കാം. എന്ത് വിവാഹോ? ഓ, അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലല്ലേ? ഒരിക്കലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് കഴിയുന്നത് ഞാൻ ആലോചിച്ചു പോയതാണ്. നല്ല ആലോചന. ചട്ടമ്പിയായിട്ട് നടക്കണം നിങ്ങൾക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു തരാനോ? ഒരു കൂലി വേലക്കാരനെ ഞാൻ സമ്മതിക്കും. ആയുസിന് പോലും ഉറപ്പില്ലാത്ത ഒരു ചട്ടമ്പിക്ക് ഞാൻ അവളെ കൊടുക്കില്ല. ഞാൻ അനുഭവിച്ചതാണ്. എന്റെ മോക്ക് ആ ജീവിതം വേണ്ട. കടന്നു പോണം. ഇനി പഠിക്കാത്ത കയറരുത് നിങ്ങള്. കേട്ടോടി, ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്നത് കേട്ടോ. അകത്ത് പോടി. വേറെ ജോലിയോ? വേറെ എന്ത് ജോലി? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയാണ് ഞാൻ തന്നേക്കുന്നത്. ഒരുത്തനും തരാത്ത കാശും തരുന്നുണ്ട്. അത് പോരാന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടാ. ഇനിയിപ്പോ നിങ്ങള് നമ്മുടെ ഒരാളായിട്ട് വെറുതെ ഇരുന്നാ മതി. ഇപ്പൊ രാമപുരം റേഞ്ച് ക്ലീനായി. ഷാപ്പുകളിലൊക്കെ നല്ല കച്ചവടമുണ്ട്. ഒരൊറ്റ കുഞ്ഞു പോലും മാറ്റാൻ ധൈര്യപ്പെടുന്നില്ല. കടം പോകുന്നില്ല. പിന്നെ ഈ ലോക്കൽ ചട്ടമ്പികൾ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എല്ലാം ഒതുങ്ങി.
ഇനി പാലാ റേഞ്ച് ഒന്ന് ശരിയാക്കണം. അവിടെ നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട്. അവിടെ നിങ്ങൾക്കൊരു നല്ല എൻട്രി വേണം. രാമപുരം സേതു എന്ന് കേട്ടാ ഞെട്ടണം. അത്തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ അത് ഞങ്ങൾ കളിക്കി തരാം. നല്ലൊരു അനക്കം ഉണ്ടാക്കണം അവിടെ. മൂഴിക്കുളം കുമാരേട്ടന്റെ കുത്തകയായിരുന്നു ആ റേഞ്ച്. വാശിപ്പുറത്താ ഞാൻ അതും പിടിച്ചത്. ഒരു ദിവസം പാലിലൊന്ന് പോയി കറങ്ങിച്ചു വാ. അവിടെ നമുക്ക് 1-2 പേരെ ഒതുക്കാനുണ്ട്. ആ വക ജോലിക്ക് ശമ്പളം കൂടാതെ നല്ല തുക തരും ഞാൻ. കേസും നടത്തും, കാശ് ചെലവാക്കി തന്നെ. അതെ, ആ ഏതാ സാധനം? ഞാൻ പോരാ. അപ്പോ ഇന്നിനി രാമൂർത്തി പോകുന്നില്ലല്ലോ? ഇല്ല, ഇന്നൊന്ന് കൂടി സന്തോഷമായിട്ട് നാളെ പോവാം. മതി മതി മതി. എന്നാ നമുക്ക് പാലയ്ക്ക് പോണ്ടത്? പോകാം. കരടി വിലസിയ സ്ഥല, നമ്മളവിടെ പുലിയായിട്ട് ഇറങ്ങണം. ആശാൻ എന്താ ഒരു മൂഡ് ഔട്ട്? ഒന്നുമില്ല. സേതുവാസവന്റെ പെങ്ങളല്ലേ? എന്നെ ഓർമ്മയുണ്ടോ? അവനിവിടെ ഉണ്ട്, ഈ ഹോട്ടലിൽ. എനിക്കിപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട, അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ലെന്നേ. എന്നോട് ഒരാൾ കൊണ്ടുവന്ന ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇവളാണെന്ന് അറിയുന്നത്. അറിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് ഒഴിവാക്കാൻ ഇനി വല്ല പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടേ. നമ്മുടെ പല്ലിന്റെ ഇടവത്ത് നാട്ടിൽ ആകെ തവറിയില്ലേ? ഇനി എന്തോന്ന് ഓടാൻ പറയൂടെ? നിന്നെ ഞാൻ കൊല്ലും. പാടി. തുറക്കാൻ, വാതിൽ തുറക്കാൻ. തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊടിക്കും. വാതിൽ തുറക്കാൻ. എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ? നിങ്ങളാണോ അച്ഛൻ? നിങ്ങളാണ് ഞങ്ങളുടെ അച്ഛൻ. നിങ്ങളാണ് ഞാൻ അച്ഛാന്ന് വിളിച്ചത്, സ്നേഹിച്ചത്, മാനിച്ചത്, ആരാധിച്ചത്. വേറെ ആരും ഒന്നും അറിയണ്ട. വെക്കോ. ഏട്ടൻ വരണില്ലേ? ഇല്ല. ഇനി ഞാൻ ഈ വീട്ടിൽ കാലുകുത്തണമെങ്കിൽ നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന ആള് മരിക്കണം. ഏട്ടാ, നമ്മുടെ അച്ഛൻ പാവാണ്. ഞാൻ ചീത്തയായതറിഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ് നമ്മുടെ അച്ഛൻ. അന്ന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് ഇനി ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തിട്ടും പാലിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഉറപ്പിലാണ് രമേശൻ പഠിക്കണത്. അവനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി. പിന്നീട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലിരുന്ന് ഒരുങ്ങുന്ന നമ്മുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണ് ക്രൂരത കാണിച്ചത്. നിർബന്ധിച്ചു കൊണ്ടോ കൂട്ടിന്. ഇതെന്ത് കുടിയായി കുടിക്കണത്? വന്ന് കയറിയപ്പോ തുടങ്ങിയതാണല്ലോ. അടങ്ങണില്ല. എന്നിട്ടും നെഞ്ചിലെ തീ കത്തുകയാണ്. ഓ ഈശ്വര, ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്?
വിഷമിക്കണ്ട ആശാനെ, എല്ലാവരുടെ ഉള്ളിലുണ്ട് തീ. എന്റെ ഉമ്മ ആരാണെന്നറിയാമോ? കൊല്ലത്തെ ചിന്നക്കടയിൽ ഒരു ലോറി ബീവാത്തുണ്ട്. ലോറിക്കാർക്കൊക്കെ അറിയാം. ആ ഉമ്മയുടെ മോന. കൊല്ലത്ത് പോകാൻ എനിക്ക് പേടിയാ. ഇപ്പോഴും ഉണ്ട് എൻ്റെ ഉമ്മ, വയസ്സായിട്ടും. എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു തമാശ. പക്ഷെ എൻ്റെ ഉള്ളിൽ ബാപ്പുണ്ട്. വടക്കം കണ്ട് സുഖമായിട്ട് കഴിയണം. ആ എന്താ നജീബേ, 100 അടിക്കണോ? സേതു ഇനി മതി, നീ വീട്ടിലേക്ക് ചെല്ലേ. ആരുടെ വീട്? എനിക്ക് വീടൊന്നുമില്ല. ബാപ്പ ഒരു വിവരം പറഞ്ഞു. സ്റ്റേഷനിൽ മെസ്സേജ് വന്നതാ. നിന്റെ അച്ഛൻ ദിവാകരൻ മുതലാളിയുടെ ഹോട്ടലിൽ മരിച്ചു. ഫാനിൽ കെട്ടി തൂങ്ങി. ഈശ്വര. ചേതോ വികാരമേ നിറയൂ വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ ആതിരാത്തെന്നലിൻ നിഹാരബിന്ദു ചൂടുവാൻ കാന്തമാണെങ്കിലും കാന്തമാണെങ്കിലും സ്വപ്നവേഗങ്ങളിൽ വീഴാതെ നിൽക്കുമെന്റെ ചേതന. നിൻവിരൽ പൂതൊടുമ്പോഴൻ നെഞ്ചിൽ മധുരം ജീവാമൃത ബിന്ദു. ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു. പോലീസുകാർ അന്ന് അച്ചുവിന്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കത്തുണ്ട്. നിനക്ക് എഴുതി വച്ചതാ. സേതുമാധവന് എല്ലാ ഭാരവും നിന്നെ ഏൽപ്പിക്കുന്നു. ലതയെ ഉപേക്ഷിക്കരുത്. അവൾ സാധുവാണ്. മറ്റൊന്നും പറയാനില്ല. ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടുള്ളത് നിന്നെ ഓർത്ത് മാത്രമാണ്. അച്യുതൻ നായർ. അവൻ എന്തിനിത് ചെയ്തു എന്നാ എനിക്ക് മനസ്സിലാവാ. അമ്മുവിന്റെ സൂക്കേടിന്റെ കാര്യം ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തിയ ഭേദാകുന്ന ഡോക്ടർമാർ പറഞ്ഞു അത്രേ. രമേശന്റെ പഠിപ്പ്, ലതയുടെ കല്യാണം, അംബികയുടെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയത് ദേഷ്യത്തിലാ. പക്ഷെ പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ തേങ്ങി കരഞ്ഞു. പോകാൻ നേരത്ത് പറഞ്ഞു, കൃഷ്ണേട്ടാ രാമപുരത്തുനിന്നൊക്കെ വിറ്റിട്ട് പോരാൻ പോവാ. ആ നാട് ശരിയില്ല. പിന്നെ നമ്മളൊക്കെ വയസ്സായി വരികയല്ലേ. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പഴയ പോലെ കുറച്ച് ദിവസം കഴിയണം. അച്ചു പോയി. ഇനി എന്നാണാവോ ഞാൻ. നീ പോവാണോ? ഇപ്പൊ തന്നെ 4-5 ദിവസത്തെ ക്ലാസ് പോയി. സഞ്ചയനം കഴിഞ്ഞിട്ട് പോയാ പോരെടൂ. കൃഷ്ണമാമ എന്തറിഞ്ഞിട്ടാ? ഞാനിത് 4th ഇയറാ. അവൻ പൊയ്ക്കോട്ടെ കൃഷ്ണമാമ. അമ്മയോട് പറഞ്ഞ നീ? ഇല്ല, അമ്മ മയങ്ങ. മരുന്നിന്റെ വിളിച്ചില്ല. ഒരു ദിവസം അറിയിച്ചിട്ട് അമ്മയൊന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നാ ഞങ്ങളുടെ കാർഡിയോളജി പ്രൊഫസറെ ഒന്ന് കാണിക്കാം. ഏട്ടാ ഒരു മിനിറ്റ്. എന്തിനാണ് ഏട്ടാ നമ്മുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആർക്കും അറിയില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ വേദനിപ്പിച്ച്
അരി സഞ്ചയായിട്ട് വരണ കാണുമ്പോ ആ പഴയ രൂപ തോന്നണ അമ്മായിക്ക്. പഴയ രൂപത്തിൽ അവനെ ഒന്ന് കണ്ടിട്ട് മരിക്കാൻ പറ്റുമോടിന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇനി പറയാനും വഴക്ക് കൂടാനും ആരാടാ ഉള്ളത്? അമ്മയ്ക്ക് കരഞ്ഞു തീർക്കാം. ഞാനോ അമ്മേ? കാപ്പി ഇത് കുടിക്കമ്മേ. അവൾക്ക് വലിയ വിഷമം. സേതുമാവൻ ഇത്ര ദിവസമായിട്ട് അവളോട് മിണ്ടിയില്ലാന്ന്. ദേവിയുടെ തനി സ്വഭാവ. എന്താ മോളുടെ പേര്? ശ്രീലക്ഷ്മി. എന്റെ ദുർബുദ്ധിയാ. അല്ലെങ്കിൽ എന്റെ മോള് മരിക്കില്ല. നീയും ഇങ്ങനെ ആവില്ലായിരുന്നു. സേതു, അമ്മ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കണം. കേൾക്കും അമ്മ, പറഞ്ഞോളൂ. എനിക്കിവിടുന്ന് പോണം. ഈ നാട്ടിലെ ജീവിതം മതിയായി. കിട്ടിയ വിലയ്ക്കൊക്കെ വിറ്റുപെറുക്കി പോണം. എന്റെ മാത്രല്ല, എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാ. ലതയുടെയും അംബികയുടെയും ഒക്കെ. നിന്റെ അച്ഛനും ഒടുവിൽ പോണമെന്നായിരുന്നു. പോകാമേ, നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കില്ല. പക്ഷേ എങ്ങോട്ട്? തറവാട്ടിലേക്കോ? അതെന്താ അവിടെ നിനക്ക് പിടിക്കില്ലേ? അതല്ല കൃഷ്ണമാമ, അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ ആവുമ്പോ പേരിനൊരു ജോലിയുണ്ട്. നമ്മൾ എല്ലാം മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി. കാശിന് കാശ് തന്നെ വേണം. എടാ, ഈ നാട്ടുകാരെ പേടിപ്പിച്ചും തല്ലി ഉണ്ടാക്കുന്ന കാശ് മാത്രമാണോ കാശ്? ആ കാശ് എനിക്ക് വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. മോനെ, ഇനി ഇവിറ്റകൾക്കൊക്കെ നീ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇനി അധികം കാലമൊന്നുമില്ല. ഭാരതിയുണ്ട്, തന്തയും തള്ളയില്ലാത്തൊരു പെൺകുട്ടിയുണ്ട്. അവറ്റകൾക്കൊക്കെ നീയല്ലാതെ പിന്നെ ആരാ ഉള്ളേ? ഞാനുണ്ടാവും കൃഷ്ണമാമ. ഉണ്ടായാ പോരാ, മാനം മര്യാദയായിട്ട് പുലർത്തണം. തറവാട്ടിലെ എല്ലാ സ്വത്തും നിനക്കാം. ഇരിക്കണ പറമ്പും വരെയുണ്ട്. 1 ഏക്കർ തെങ്ങും അത്യാവശ്യത്തിന് നിലമുണ്ട്. അധ്വാനിക്കുക, ആ മണ്ണ് തരും നിനക്ക്. അതും വയ്യെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും കച്ചവടോ കൈത്തൊഴിലോ ചെയ്യാം. യാത്ര പറയാൻ വന്നതാണ്. ഞങ്ങൾ ഇവിടെ വിട്ടു പോവാണ് നാട്ടിലേക്ക്. വരരുത് എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും പറയാതെ പോകാൻ തോന്നിയില്ല. കേറിയിരിക്കാം. വേണ്ട, അച്ഛൻ മരിച്ചത് അറിഞ്ഞിരുന്നു. പരമേശ്വരൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി വീട് വിട്ട് നിൽക്കാൻ പറ്റില്ല. അമ്മയും തീരെ സുഖമില്ലാണ്ടിരിക്കുക. അപ്പോ ഇവിടുത്തെ ജോലി കളയാ? അതെ, അതിൽ നിന്നാ ചിലപ്പോ മനുഷ്യരെ ഇനിയും കൊല്ലേണ്ടി വരും. എന്നാലും പണം ഉണ്ടാക്കായിരുന്നില്ലേ? പരിഹസിക്കുകയാണല്ലേ? പോട്ടെ, വല്ലപ്പോഴും വരുമ്പോ വരാം. എന്നോട് വിരോധമൊന്നും തോന്നണ്ട. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ചെകുത്താനും കടലിനും ഇടയിൽ ജീവിക്കണ ഒരു അമ്മയാണ്. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാകും. പോട്ടെ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ എളുപ്പ വഴിക്ക് ഓടുകയായിരുന്നു. അഡ്രസ് വേണം. എന്തിനാ? അഡ്രസ് എന്തിനാ? വേണ്ട, ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. അമ്മ അറിഞ്ഞാൽ തെറ്റിദ്ധരിക്കും. അമ്മയോട് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അന്ന് രാത്രിയിൽ വന്നപ്പോ അമ്മയോട് ചോദിച്ചത് ശരിക്കും സിൻസിയർ ആയിട്ടായിരുന്നോ? എന്ത്? കല്യാണം കഴിച്ചോട്ടെന്ന്. ഓ, അതോ? കള്ളു കുടിച്ച് വെളിവില്ലാതെ പറഞ്ഞാണെന്ന് തോന്നിയോ? ഇല്ല, എനിക്ക് സിൻസിയർ ആയിട്ട് തന്നെ തോന്നിയത്. ആണുങ്ങൾ പല കമന്റും പറയാറുണ്ട്, വൃത്തികേടുകൾ പറയും. ചിലർക്ക് വേണ്ടത് ഒരു രാത്രി, ചിലർ ഞാൻ നോക്കിക്കൊള്ളാം നിന്നെന്ന് പറയും. കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് ആദ്യ. ഇപ്പൊ അവിടുന്ന് പോന്നപ്പോ അമ്മ എന്താണ് പറഞ്ഞതെന്നറിയോ? ഇപ്പോഴാണ് അയാളത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നെന്ന്. ഇപ്പോഴും ആ ചോദ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ആലോചിക്കാതെ പറഞ്ഞതാണെങ്കിൽ പാലിക്കണമെന്ന് നിർബന്ധമില്ല.
വെറുതെ പ്രതീക്ഷിക്കാലോ എനിക്ക്. തുഴഞ്ഞു പോകുമ്പോ ദൂരെ ഒരു കരയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ആശ്വാസമല്ലേ? ദൂരെയല്ല, അരികിൽ. ആ കൈ എന്നുയർന്നാവുന്ന പോലെ അത്ര അരികിൽ. പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയാ സ്നേഹാർദ്ര നക്ഷത്രം. പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയായി സ്നേഹാർദ്ര നക്ഷത്രം. നാദങ്ങളിൽ പൂവിരൽ തുമ്പു തേടി ഉലകങ്ങൾ പൂക്കുന്ന താളം. പൊൻവേണൂതുന്നു കാലം, ഹംസങ്ങളോതുന്നു സന്ദേശം. പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയാ സ്നേഹാർദ്ര നക്ഷത്രം. ജന്മങ്ങൾ തൻ സ്വപ്ന തീരത്ത് ദൂരെ നീലാരവിന്ദങ്ങൾ പൂത്തു. ജന്മങ്ങൾ തൻ സ്വപ്ന തീരത്ത് ദൂരെ നീലാരവിന്ദങ്ങൾ പൂത്തു. നൂപുരം ചാത്തുന്ന ഭൂമി കാർക്കൂന്തൽ നീർത്തുന്നു മേഘം. പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയായി സ്നേഹാർദ്ര നക്ഷത്രം. പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയായി സ്നേഹാർദ്ര നക്ഷത്രം. ഇനി ഈ വേഷം കെട്ടാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ആരുടെയും മുമ്പിൽ വരാൻ പോണില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട. കാരണം മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ലായിരിക്കാം. ഏട്ടന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പൊട്ടിപ്പോയതൊക്കെ ഏച്ചു കെട്ടി വരികയാണ് ഏട്ടൻ. രമണേട്ടനെ കണ്ട് സംസാരിക്കാൻ കൃഷ്ണമാമ പോകാനിരിക്കുക. രാമപുരത്തെ നമ്മുടെ സ്ഥലം വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ അയാൾക്ക് കൊടുക്കണമെന്നാ വിചാരിക്കണേ. അയാൾ സമ്മതിച്ച അംബികേട്ടത്തിയുടെ കാര്യത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു പോംവഴിയായി. പിന്നെ നീയാണ് ഏട്ടന്റെ പ്രശ്നം. അമ്മ,
കൃഷ്ണമാമയോട് ഒരു കാര്യം തിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അമ്മേ? നീ ഓർക്കണുണ്ടോ നമ്മുടെ ചെറുക്കിലെ ദേവയാനിയുടെ മൂത്ത മോള് രമേ? രമയ? ആ, നമ്മുടെ ലതയുടെ കൂടെ പഠിച്ചതാ. അവളുടെ കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുമുണ്ട്. ഇന്നലെ ഏട്ടനാ പറഞ്ഞേ, കാണാൻ നല്ല കുട്ടിയാ, നിനക്ക് ചേരുംന്ന്. എനിക്കോ? അമ്മ എന്തേ പറഞ്ഞ? എന്തേ? എന്നും ഇങ്ങനെ കഴിയാനാ തീരുമാനിച്ചേക്കണേ? അതൊന്നും ആലോചിക്കാനുള്ള സമയമായിട്ടില്ലമ്മേ. ഇനി എന്നാ സമയാവുക? ഞാൻ ചത്തിട്ടോ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കും ഉണ്ട് ചില ആശകള്. നിനക്കും വേണ്ടേ ഒരു ജീവിതം? എനിക്കങ്ങനെ മോഹങ്ങളൊന്നുമില്ല. പക്ഷെ അമ്മയുടെ ആശ ഞാൻ സാധിച്ചു തരും. അമ്മ അതിന് സമ്മതിക്കണമെന്നേ ഉള്ളൂ. സമ്മതിക്കണമെന്നോ? എന്ത്? എനിക്ക് ജീവിതം ഒരു കടം വീട്ടിൽ മാത്രമാണ്. അമ്മയോട്, ലതയോട്, ഏട്ടത്തിയോട്, അച്ഛനോട്, പിന്നെ ഇതുപോലെ ഞാൻ മൂലം തകർന്നു പോയ മറ്റൊരു കുടുംബത്തോട്. ഏത് കുടുംബം? ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ. രാമപുരത്ത് ഒരു ഹിന്ദു അമ്മേ. ഞാനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അതാ കുട്ടിയെ ആയിരിക്കും. ഈശ്വര, കീരിക്കാടന്റെ രണ്ടാം ഭാര്യയുടെ ആ കുട്ടിയല്ലേ? അതെ, ഹിന്ദു. ഞാൻ വാക്കുകൊടുത്തതാ. നീ വീണ്ടും അപകടം വരുത്തി വെക്കുക. ഞാനത് സമ്മതിക്കില്ല. സമ്മതിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. തീർത്താലും തീരാത്ത കടമാണമ്മേ അത്. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട, വരട്ടെ. ഇവിടത്തെ വീട് ഒരാൾ നോക്കിയിട്ടെന്ന് പറഞ്ഞു, അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ വന്ന് കേറി കണ്ട് സംസാരിക്കണമെന്ന് അവന്റെ അമ്മ പറഞ്ഞു. മകൾ ഇന്ദു അല്ലേ? അതെ, ഇന്ദു മതി. ആളില്ലേ ഇവിടെ? അവൾക്ക് ഇവിടെ രസ്റ്റഡി ബൂത്തിൽ ജോലിയുണ്ട്, വിളിപ്പിക്കാം. വേണമെന്നില്ല, ഞാൻ പോണ വഴി കണ്ടോളാം. പാലില്ല, എങ്കിലും ഞാനൊരു കടിഞ്ചായ എടുക്കട്ടെ? എന്തെങ്കിലും ഒന്നും കുടിക്കാതെ, അല്ലെങ്കിൽ ഇത്തിരി സംഭാരം. ആയിക്കോട്ടെ, സൽക്കാരം സ്വീകരിച്ചില്ല എന്ന് വേണ്ട. തറവാടിത്തൊന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. എന്താ ആ സ്ത്രീയുടെ മുഖത്തൊരു തേജസ്, എന്താ മര്യാദ, അടക്കം, ഒതുക്കം. കോലത്ത് ജനിച്ചാണെന്ന് ആരും പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ട. പിന്നെ ഒരു തെമ്മാടിയുടെ കയ്യിൽ എങ്ങനെ ചെന്ന് പെട്ടെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് ഈ വിധി എന്ന് പറയുന്നത്. അവർക്ക് ഒരൊറ്റ നിർബന്ധമുള്ളൂ. നിർബന്ധമല്ല, അപേക്ഷ. എത്രയും വേഗം നടത്തണം. എന്റെ കുട്ടിയെ എത്രയും വേഗം കൊണ്ടുപോയി രക്ഷിക്കുമെന്നാ അവരെന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. നമുക്ക് ഉടനെ നടത്താം. അങ്ങനെ ഉടനെ ഒന്നും നടക്കില്ല അമ്മേ. ഇവിടെ വേറെ ഉണ്ട് കാര്യങ്ങൾ, അതൊക്കെ കഴിയട്ടെ. ഏട്ടാ, എന്തിനും അതിന്റെ സമയമുണ്ട്. അവിടുത്തെ അവരുടെ അവസ്ഥ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? പെൺകുട്ടികളുടെ ജീവിതം തകരാനും നന്നാവാനും അധികം നേരമൊന്നും വേണ്ട. കടമ കടമെന്നൊക്കെ പറഞ്ഞല്ലോ. ദാഹിക്കുമ്പോഴാ വെള്ളം കൊടുക്കേണ്ടത്, ചത്തിട്ടല്ല. ഇന്ദു, ഇന്ദു, ഞാനാണ്. വേണ്ട, ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോ. വാതിൽ തുറക്ക്. ഇയാളോട് വരണ്ട, എനിക്ക് ഇഷ്ടമല്ല. വിനു, അകത്ത് പോ. അകത്ത് പോടാ. അമ്മ പറയുന്ന കേക്ക്. നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോളൂ. അപകടമാണ്. അവര് പല പ്രാവശ്യം ഇവിടെ വരണം. നിങ്ങൾ ഇവിടെ വരുമെന്ന് അവർക്കറിയാം. നിങ്ങളെ കണ്ടാൽ അവര് കൊല്ലും. സാരമില്ല, പക്ഷെ ഞാൻ പോകില്ല. പോകുന്നെങ്കിൽ ഇന്ദുവിനെ കൂട്ടിയെ ഞാൻ പോകും. ഞാൻ വരില്ല. പൊയ്ക്കോളാം പറയൂ അമ്മേ. അവള് പറയുന്നത് കേൾക്കൂ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. എന്റെ കൂടെ ഇന്ദുവിനെ അയക്കാൻ തയ്യാറാണെങ്കിൽ വാതിൽ തുറക്കാം. അരുത്. എന്തിനാണ് വാതിൽ തുറന്നു കൊടുത്തത്? അവരറിഞ്ഞെത്തുന്നതിന് മുൻപ് എന്റെ മോള് രക്ഷപ്പെട്ടോളൂ. ഇല്ല, അമ്മ ഒറ്റയ്ക്കാക്കി ഞാൻ പോവില്ല. അമ്മയ്ക്ക് ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഈ മണ്ണ് ഞാൻ വിട്ടുകൊടുക്കില്ല. അമ്മയെ ഓർത്ത് നീ ദുഃഖിക്കണ്ട. നീ പോകും. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. ഞാൻ പറയുന്നത് കേൾക്കണം. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഈ മണ്ണ് ഉപേക്ഷിച്ചിട്ടല്ല പോകുന്നത്. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ തിരിച്ചു വരും. പറയാനും പ്രവർത്തിക്കാനുമുള്ള അധികാരത്തോടെ കൂടെ ഞാനും ഉണ്ടാവും. പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയാ
സ്നേഹാർദ്ര നക്ഷത്രം. കാറ്റിന്റെ മർമ്മരമിളകി വാസന്തമായി വീണക്കുടങ്ങളിലൊഴുകി രാഗാമൃതം. പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി സ്നേഹാർദ്ര നക്ഷത്രം. നാദങ്ങളിൽ പൂവിരൽ തുമ്പു തേടി ഉലകങ്ങൾ പൂക്കുന്ന താളം. നാദങ്ങളിൽ പൂവിരൽ തുമ്പു തേടി ഉലകങ്ങൾ പൂക്കുന്ന താളം. പൊൻവേണൂതുന്നു കാലം ഹംസങ്ങളോതുന്നു സന്ദേശം. മധുരോന്മാദം വർഷമായി പെയ്യവേ മോഹമുകുളം രാക്കടമ്പിൽ ഇതളണിഞ്ഞു. പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി സ്നേഹാർദ്ര നക്ഷത്രം.